BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തൃണമൂൽ കോൺഗ്രസിന്റെ പരാജയത്തിന് പിന്നാലെ രാജ്യസഭയിൽ നിന്നും പാർട്ടിയിൽ നിന്നും രാജിവെച്ച മുതിർന്ന 3 എംപിമാരെ BJPയിൽ അംഗത്വമെടുത്തു. സുഷ്മിത ദേവ്, സുഗേന്ദ് ശേഖർ റേ, പ്രകാശ് ചിക് ബാരേക് എന്നിവരാണ് കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ BJP അംഗത്വം സ്വീകരിച്ചത്. സാൾട്ട് ലേക്കിലെ BJP ഓഫീസിൽ നടന്ന ചടങ്ങിലാണ് സംസ്ഥാന അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യ നേതാക്കളെ പാർട്ടി പതാക നൽകി സ്വീകരിച്ചത്. മുതിർന്ന BJP നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഇവരുടെ പാർട്ടി പ്രവേശനം. എംപിമാരുടെ കാലാവധി പൂർത്തിയാകാൻ വർഷങ്ങൾ ബാക്കി നിൽക്കെയാണ് ഇവർ തൃണമൂൽ വിട്ട് BJPയിൽ ചേർന്നിരിക്കുന്നത്. കൂടാതെ ഒഴിവ് വന്ന 3 രാജ്യസഭാ സീറ്റുകൾക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ജൂലൈ 24-ന് നടക്കുന്നതാണ്. ഈ 3 സീറ്റുകളിലും BJP വിജയം ഉറപ്പിച്ചിട്ടുമുണ്ട്. അതേസമയം രാജ്യസഭാ സീറ്റിനെ കുറിച്ചുള്ള തീരുമാനം പാർട്ടി ഹൈക്കമാൻഡിന്റേതാണെന്നും താൻ പദവി പ്രതീക്ഷിച്ചല്ല BJPയിൽ ചേർന്നതെന്നുമാണ് സുഷ്മിത ദേവ് പ്രതികരിച്ചത്. എന്നാൽ പരിചയസമ്പന്നരായ ഈ നേതാക്കളുടെ വരവ് ബംഗാളിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് സമീക് ഭട്ടാചാര്യ പ്രതികരിച്ചത്. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ബംഗാളിലെ രാഷ്ട്രീയ കണക്കുകൾ പൂർണ്ണമായും മാറിമറിഞ്ഞിരുന്നു. 294 അംഗസഭയിൽ 208 സീറ്റുകളുമായി BJP ഏറ്റവും വലിയ കക്ഷിയായപ്പോൾ തൃണമൂലിന് 80 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. ഇതിനു പിന്നാലെ തൃണമൂൽ കോൺഗ്രസിൽ മമതാ ബാനർജി പക്ഷമെന്നും പ്രതിപക്ഷ നേതാവ് ഘൃതപ്രദ ബാനർജി പക്ഷമെന്നും 2 പക്ഷമായി MLA-മാർ തിരിഞ്ഞു. നിലവിൽ 65 MLA-മാർ ഘൃതപ്രദ പക്ഷത്തും 15 പേർ മമതാ ബാനർജി പക്ഷത്തുമാണ് ഉള്ളത്. ഈ സാഹചര്യത്തിൽ രാജ്യസഭയിലേക്ക് BJPക്ക് തങ്ങളുടെ 207 MLA-മാരെയും ഉപയോഗിച്ച് 3 സ്ഥാനാർത്ഥികളെയും സുഗമമായി വിജയിപ്പിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ തൃണമൂലിലെ ഭിന്നത കാരണം ഒരു വിഭാഗത്തിനും ഒറ്റയ്ക്ക് സീറ്റ് നേടാനുള്ള ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് തന്നെ ഈ ഭിന്നത 3 സീറ്റുകളും തൂത്തുവാരാൻ സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് BJP ഉള്ളത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.